ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലൻ. വേൾഡ് ജോഗ്രഫിയുടെ 11ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാറ്റിറ്റ്യൂഡുകളെക്കുറിച്ചും ലോങ്കിറ്റ്യൂഡുകളെക്കുറിച്ചും പഠിച്ചു തുടങ്ങിയായിരുന്നു. അത് ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ബേസിക്സ് അല്ലെങ്കിൽ അക്ഷാംശ രേഖകളുടെ ബേസിക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോങ്കിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ രേഖാംശ രേഖകളെക്കുറിച്ചാണ്. ലാറ്റിറ്റ്യൂഡുകൾ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ അക്ഷാംശ രേഖകൾ പഠിച്ച സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മുടെ ഭൂമധ്യ രേഖയ്ക്ക് പാരലായിട്ട് പോകുന്ന സർക്കിളുകൾ അല്ലെങ്കിൽ വൃത്തങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലാറ്റിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ അക്ഷാംശ രേഖകൾ എന്ന് വിളിക്കാറുള്ളത്. എന്നാൽ രേഖാംശ രേഖകൾ അല്ലെങ്കിൽ ലോങ്കിറ്റ്യൂഡുകൾ ഇവ സർക്കിളുകളല്ല. നോർത്ത് പോളിൽ നിന്നും നമ്മൾ വരയ്ക്കുന്ന അർദ്ധവൃത്തങ്ങൾ അല്ലെങ്കിൽ സെമി സർക്കിളുകളെയാണ് നമ്മൾ ലോങ്കിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ രേഖാംശ രേഖകൾ എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മുടെ ലാറ്റിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് അതൊരു സർക്കിളാണ്. എന്നാൽ നമ്മുടെ ലോങ്കിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത് അതൊരു സെമി സർക്കിളാണ്, അർദ്ധവൃത്താകൃതിയിലാണ് അതിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും അതൊരു വൃത്തമല്ല. ഇനി എന്താണൊരു ലോങ്കിറ്റ്യൂഡിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവ നോർത്ത് പോളിൽ നിന്ന് ആരംഭിച്ച് സൗത്ത് പോളിൽ അവസാനിക്കുകയും വേണം. അത് മാത്രവും പോരാ, അത് ഇക്വേറ്ററിനകത്തൂടി കടന്നു പോവുകയും ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് ഇക്വേറ്ററിനകത്തൂടി കടന്നു പോകണം? നമുക്ക് നേരെ ഭൂമിക്ക് അകത്തുകൂടി വരാലോ. നമുക്ക് സൗത്ത് പോളിനെയും നോർത്ത് പോളിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഭൂമിയുടെ അകത്തുകൂടി നമുക്ക് വേണമെങ്കിൽ ഒരു രേഖ വരയ്ക്കാം. പക്ഷെ അതൊരു രേഖാംശ രേഖയാകുമോ? ഇല്ല. ഒരു രേഖാംശ ആകണമെങ്കിൽ അത് നോർത്ത് പോളിൽ നിന്ന് ആരംഭിച്ച് സൗത്ത് പോളിൽ അവസാനിക്കുകയും ചെയ്യണം. അത് നമ്മുടെ ഭൂമധ്യ രേഖ അല്ലെങ്കിൽ ഇക്വേറ്ററിൻ്റെ മുകളിലൂടെ കടന്നു പോവുകയും ചെയ്യണം. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മളതിനെ ലോങ്കിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ രേഖാംശ രേഖകൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ ലാറ്റിറ്റ്യൂഡുകൾ പഠിച്ച സമയം നമ്മൾ ലാറ്റിറ്റ്യൂഡുകളെ മറ്റൊരു പേരിൽ കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? പാരലൽസ് എന്ന്. ഇതുപോലെ തന്നെ നമ്മുടെ ലോങ്കിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ രേഖാംശ രേഖ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. അതാണ് മെറിഡിയൻസ് എന്ന പേരിലും. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. നമ്മുടെ ലാറ്റിറ്റ്യൂഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഏത് രണ്ട് ലാറ്റിറ്റ്യൂഡുകൾ എടുത്താലും അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും തുല്യമായിരിക്കും. അത് 111 കിലോമീറ്റർ ആയിരിക്കും. എന്നാൽ നമ്മളിപ്പോൾ ഒരു ലോങ്കിറ്റ്യൂഡ് എടുക്കുകയാണ്, ഒരു രേഖാംശ രേഖ എടുക്കുകയാണെങ്കിൽ അവയ്ക്കിടയിലുള്ള ദൂരം എന്ന് പറയുന്നത് എപ്പോഴും തുല്യമായിരിക്കില്ല. നമുക്ക് ഒരു ഇക്വേറ്റർ എടുക്കുകയാണ്. ഇക്വേറ്ററിനോട് ചേർന്നുകൊണ്ട് രണ്ട് രേഖാംശ രേഖകൾക്കിടയിലുള്ള ദൂരം നമ്മൾ കണക്കിലാക്കുകയാണെങ്കിൽ ഏകദേശം അതൊരു 111 കിലോമീറ്റർ ആയിരിക്കും. ഇനി നമ്മൾ ഇക്വേറ്ററിൽ നിന്നും ഒരു 30 ഡിഗ്രി നോർത്തോ 30 ഡിഗ്രി സൗത്തിലേക്കോ നമ്മൾ പോവുകയാണെങ്കിൽ ഈ രേഖാംശ രേഖകൾക്കിടയിലുള്ള ദൂരം അതൊരു 96 കിലോമീറ്ററായി ചുരുങ്ങും. ഇനി അത് നമ്മൾ പോൾസിലേക്ക് പോവുകയാണല്ലോ. പോൾസിലേക്ക് പോയി നമ്മൾ പോൾസിൽ എത്തിച്ചേരുന്ന സമയം രണ്ട് രേഖാംശ രേഖകൾക്കിടയിലുള്ള ദൂരം എന്ന് പറയുന്നത് അത് 0 കിലോമീറ്റർ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി സാധാരണ ചോദ്യം വരാറുണ്ട്, രണ്ട് രേഖാംശ രേഖകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ദൂരം കാണപ്പെടുന്നത് എവിടെയാണ്? അത് നമ്മുടെ ഇക്വേറ്ററിലാണ്. 111 കിലോമീറ്റർ ആണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 111.3 കിലോമീറ്റർ ആണ്. അതുപോലെ രണ്ട് രേഖാംശ രേഖകൾക്കിടയിൽ ഏറ്റവും കുറവ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഏറ്റവും കുറവ് ദൂരം കാണപ്പെടുന്നത് എവിടെയാണ്? അത് നമ്മുടെ പോൾസിലുമാണ്. അടുത്ത പോയിന്റ്, നമുക്ക് എത്ര ലോങ്കിറ്റ്യൂഡുകളാണുള്ളത്? നമുക്ക് 360 ലോങ്കിറ്റ്യൂഡുകളാണ് മൊത്തത്തിലുള്ളത്. നമ്മൾ ലാറ്റിറ്റ്യൂഡുകൾ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് എത്ര ലാറ്റിറ്റ്യൂഡുകൾ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണയായിട്ട് ലാറ്റിറ്റ്യൂഡുകൾ പറയുന്ന സമയത്ത് നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും ലാറ്റിറ്റ്യൂഡുകളുടെ കൂട്ടത്തിൽ പെടുത്താറില്ല. അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് 179 ലാറ്റിറ്റ്യൂഡുകളാണ് ഉള്ളത്. പക്ഷേ എന്നാൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് വരികയാണ് നോർത്ത് പോളും സൗത്ത് പോളും കൂടി ചേർത്തുകൊണ്ട് നമുക്ക് എത്ര ലാറ്റിറ്റ്യൂഡുകൾ ഉണ്ട് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ 181 ലാറ്റിറ്റ്യൂഡുകൾ അതിന് ഉത്തരമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അത് പറയുന്ന പോലെ തന്നെ നമ്മുടെ ലാറ്റിറ്റ്യൂഡുകളിൽ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് അറിയപ്പെടുന്ന പേരാണ് ഇക്വേറ്റർ. അതുപോലെ ലോങ്കിറ്റ്യൂഡുകളിൽ 0 ഡിഗ്രി ലോങ്കിറ്റ്യൂഡുകൾ നമ്മൾ വിളിക്കുന്നതാണ് പ്രൈം മെറിഡിയൻ എന്ന്. ലണ്ടൻ നഗരത്തിലെ റോയൽ ഒബ്സർവേറ്ററി ഓഫ് ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുന്ന ലോങ്കിറ്റ്യൂഡ് ഏതെന്ന് ചോദിക്കുന്ന സമയത്തും അതിൻ്റെ ഉത്തരവും എന്താണ്? അതും പ്രൈം മെറിഡിയൻ തന്നെയാണ്. നമ്മുടെ ഈ റോയൽ ഒബ്സർവേറ്ററി ഇരിക്കുന്ന ഗ്രീൻവിച്ചിൽ കൂടെ കടന്നു പോകുന്ന ഈ 0 ഡിഗ്രി ലോങ്കിറ്റ്യൂഡ് ഉണ്ടല്ലോ, നമ്മുടെ പ്രൈം മെറിഡിയൻ ഉണ്ടല്ലോ, ഈ പ്രൈം മെറിഡിയനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടൈമാണ് ഗ്രീൻവിച്ച് മീൻ ടൈം അല്ലെങ്കിൽ GMT എന്ന് നമ്മൾ വിളിക്കും. ഈ GMTനെയാണ് നമ്മൾ സാധാരണയായിട്ട് വേൾഡ് ടൈം, ലോക സമയം എന്ന് നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടെ ഓർത്തുക, നമ്മുടെ ലോക സമയം അല്ല വേൾഡ് ടൈം നമ്മൾ റെഫർ ചെയ്യുന്നത് GMTനെയാണ്, നമ്മുടെ ഗ്രീൻവിച്ച് മീൻ ടൈമിനെയാണ്. നമ്മുടെ അടുത്ത പോയിന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ 0 ഡിഗ്രി ലോങ്കിറ്റ്യൂഡിനെ പ്രൈം മെറിഡിയൻ എന്ന പേരിലാണ് വിളിക്കുന്നത്. ഇതേ പ്രൈം മെറിഡിയന് നേരെ എതിർവശം വരുന്ന
150 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് അറിയപ്പെടുന്ന പേരാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മുടെ പ്രൈം മെറിഡിയന് നേരെ എതിർവശം വന്നതുകൊണ്ടല്ല ആ ഒരു ലൈൻ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്കൊരു ഡേറ്റ് ലൈനായിട്ട് തിരഞ്ഞെടുക്കണമെങ്കിൽ അത് യാതൊരു ലാൻഡ് മാസിൽ കൂടെ കടന്നു പോകാനായിട്ട് പാടില്ല. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കുറവ് ലാൻഡ് മാസിൽ കൂടെ കടന്നു പോകുന്ന ഒരു രേഖ എന്ന് പറയുന്നത് നമ്മുടെ 180 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈൻ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ബിക്കോസ് അത് പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കഴിഞ്ഞ് ഈസ്റ്റിലേക്ക് പോയാൽ എന്ത് സംഭവിക്കുള്ളൂ, വെസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം. അപ്പോൾ ഓർത്തിരിക്കുക, തൽക്കാലം ഇത്രയും ഓർത്തിരിക്കുക, നമ്മുടെ പ്രൈം മെറിഡിയന് നേരെ എതിർവശം വന്നതുകൊണ്ടല്ല ഈ ഒരു ലൈനെ നമ്മൾ തിരഞ്ഞെടുത്തത്. ഏറ്റവും കുറവ് ലാൻഡ് മാസിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ 180 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡാണ്. ഇതൊരു സ്ട്രെയിറ്റ് ലൈനും അല്ല, ഈ ഒരു ലൈൻ വളഞ്ഞ് പുളഞ്ഞാണ് പോകുന്നത്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. നമ്മുടെ അവസാനത്തെ പോയിന്റ് ഇതാണ്. നമ്മുടെ എന്താണ് ആൻറ്റിപോഡൽ പോയിന്റുകൾ എന്നാൽ 180 ഡിഗ്രി ഡിഫറൻസിൽ വരുന്ന രണ്ട് ലോങ്ങിറ്റ്യൂഡുകളെയാണ് നമ്മൾ ആൻറ്റിപോഡൽ ലോങ്ങിറ്റ്യൂഡ്സുകൾ എന്ന് വിളിക്കുന്നത്. അതായത് ആൻറ്റിപോഡ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഗോളം അല്ല നമ്മളൊരു ഗോളം എടുക്കുകയാണെങ്കിൽ അതിന് നേരെ എതിർവശം വരുന്ന രണ്ട് ലൈനുകളെയാണ് നമ്മൾ ആൻറ്റിപോഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആൻറ്റിപോഡൽ ലോങ്ങിറ്റ്യൂഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ഡിഫറൻസിൽ വരുന്ന രണ്ട് ലോങ്ങിറ്റ്യൂഡുകളെയാണ് നമ്മൾ ആൻറ്റിപോഡ്സ് എന്ന് വിളിക്കുന്നത്. 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡിൻ്റെ ആൻറ്റിപോഡാണ് 180 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനുള്ളത്. ഞാൻ പറയാം, ഇത് വളരെ ബേസിക്സ് മാത്രമേ നമ്മൾ ലാറ്റിറ്റ്യൂഡ്സിൻ്റെയും ലോങ്ങിറ്റ്യൂഡ്സിൻ്റെയും കഴിഞ്ഞുള്ളൂ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്ക് ഇനി വരുന്ന വീഡിയോയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ലാറ്റിറ്റ്യൂഡ്സിനും ലോങ്ങിറ്റ്യൂഡ്സിനും ഇത്രയും മാത്രമേ ഉള്ളൂ എന്നൊന്നും നിങ്ങൾ ഓർക്കേണ്ട. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറും കാപ്രിക്കോണും അതുപോലെ തന്നെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഇതൊക്കെ നമുക്കിനി വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നും വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മയുണ്ട് അത് നിങ്ങൾ എൻ്റെ അടുത്ത് പറയണമെന്നും ഞാനത് തിരുത്തൊക്കെ ചെയ്യണം. നിങ്ങളാണ് ആക്ച്വലി ഈ ഒരു ചാനലിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റോ കുറവോ ഉണ്ടെങ്കിൽ നിങ്ങളത് ഡെഫിനറ്റ്ലി എൻ്റെ അടുത്ത് പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു.